ഹലോ കൂട്ടുകാരെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ പാതിയിട എത്തിയപ്പോൾ തന്നെയാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ പാതി വഴിക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്. നമ്മളങ്ങനെ ഒരു ബസ്സിലേക്കൊരു യാത്ര പോവാണ്. അപ്പോൾ എവിടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കായംകുളത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ബസ്സിലിങ്ങനെ യാത്ര ചെയ്തിങ്ങനെ പോകുന്നത്. അപ്പോൾ കയറിയ ബസ്സിൽ എന്തോ ഭാഗ്യത്തിന് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ കണ്ണടച്ച് തുറന്നപ്പോഴത്തേനും നമ്മുടെ കായംകുളം റെയിൽവേയുടെ അവിടെ എത്തിയേക്കുവാണ്. അങ്ങനെ നമ്മുടെ റെയിൽവേക്ക് അകത്തോട്ട് ഇപ്പോൾ ബസ് ഫുള്ള് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ റെയിൽവേക്കകമൊക്കെ അതുകൊണ്ട് കാണാൻ പറ്റി. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ നമ്മൾ വരുന്നത് തന്നെ. അങ്ങനെ പിന്നെ അവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് കേട്ടോ റെയിൽവേക്കകത്ത്. അപ്പം റെയിൽവേ ഫുള്ള് പണിയുമാണ്. അപ്പം നമുക്ക് ഇനി ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പാർക്കിംഗ് സ്ഥലം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കോളേജ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെയൊക്കെ കയറിയിട്ടാണ് കോളേജിൻ്റെ അവിടോട്ട് വണ്ടി വരുന്നത്. അപ്പം നമ്മൾ ആ വരുന്ന സമയത്തൊക്കെ ഈ ഭാഗത്തൊന്നും വലിയ പുരോഗമനവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളൊക്കെ അവിടെ നിന്ന് പോന്ന് കഴിഞ്ഞപ്പോഴാണ് പുരോഗമനങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ നേരെ കായംകുളം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ എങ്ങോട്ടും അല്ല നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പം കാണുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ജനതയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞാൻ നടന്നു പോവുകയാണ്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ജനത എത്തിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ജനതയ്ക്ക് അകത്തോട്ട് പിന്നെ കയറിയേക്കാണ്. അപ്പോൾ ചെറിയ ചാറ്റ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോൾ എൻ്റെ ദൈവമേ എന്തോരോ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. നമുക്ക് എല്ലാം, അതായത് ഡ്രസ്സിന് വർക്ക് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ ഈ നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മുടെ എല്ലാ സാധനങ്ങളും ആ ഒരു കടയിൽ നമുക്ക് കിട്ടും. ടു ഇസഡ് കാര്യങ്ങൾ ഫുൾ അവിടെ കിട്ടും. നമ്മുടെ ഹാൻഡ് വർക്കിനുള്ളതാണെങ്കിലും എല്ലാ സാധനങ്ങളും. അപ്പം ഞാൻ അവിടെ നിന്നാണ് കൂടുതലും സാധനങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പം നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ എടുക്കാനായിട്ടാണ് പോയേക്കുന്നത്. അങ്ങനെ കുറച്ച് നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം ഓരോ സാധനങ്ങളായിട്ട് ഓരോരുത്തടുത്ത് പോയിട്ട് ഓരോ ചേച്ചിമാരുടെ അടുത്ത് പോയിട്ടാണ് നമുക്കതെല്ലാം മേടിച്ചത് കേട്ടോ. അപ്പം എനിക്ക് ഒരു ചേച്ചി തന്നെ എന്തോ ഭാഗ്യത്തിന് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നമ്മൾ മേടിച്ച ഒരു 2 കിറ്റിൻ്റെ അകത്തേതുണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ച് നമ്മൾ നേരെ തിരിച്ച് ബസ്സിൽ കയറി വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റെയിൽവേയുടെ ആ ഭാഗം എത്തിയപ്പോൾ തന്നെ തിരിച്ച് വരാൻ നേരം ഫുള്ള് തിരക്കായിരുന്നു. എന്തോ ആക്സിഡൻറ്റോ കാര്യമോ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത്രയും ഉള്ളൂ.